അത് ചോദിക്കലും കഴിഞ്ഞിട്ടുണ്ട്. AP അബൂബക്കർ മുസ്ലിയാർ അന്ന് പറഞ്ഞെന്താന്നറിയോ? നോളേജ് സിറ്റി ഞാൻ തുടങ്ങുന്നൊന്നുമല്ല, അത് നമ്മൾ ഏതോ ബിസിനസ്സുകാർ തുടങ്ങുന്നതാണ്, നമ്മക്കായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ആദ്യം പറഞ്ഞത്. ഓർമ്മയുണ്ടാ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് AP അബൂബക്കർ മുസ്ലിയാർ. എന്റെ പൊട്ടാ, AP പക്ഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ APന്റെ സ്ഥാപനമൊന്നുമല്ല ഇത്, നിങ്ങളെ സമസ്തയുടെ സ്ഥാപനമൊന്നുമല്ല. AP അബൂബക്കർ മുസ്ലിയാറിന്റെ കുടുംബ ട്രസ്റ്റാണ് അതിന്റെ അവകാശി. മനസ്സിലായില്ലേ? നിങ്ങളെ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം ആരെ പേരിലാണ് ഉള്ളത്? മർക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? അത് സമസ്തയുടെ മർക്കസ്, സമസ്തന്റെയാ? മർക്കസ് സക്കാഫത്ത് സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനം AP അബൂബക്കർ മുസ്ലിയാറും AP അബൂബക്കറിന്റെ കുടുംബ ട്രസ്റ്റ് എന്ന് പറയുന്ന അവരുടെ മകനും ഭാര്യയും അവരൊക്കെ പെടുന്ന കുടുംബ ട്രസ്റ്റിന്റെ പേരിലാണ്. അതിന്റെ അവകാശം AP അബൂബക്കർ മുസ്ലിയാർ മരിച്ചു കഴിഞ്ഞാല് AP അബൂബക്കറിന്റെ പെണ്ണ് മക്കൾക്കും വീതിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണ് എന്ത്? മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം. അറിയോ? കുടുംബ അവകാശം വരും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പ മരിച്ചു കഴിഞ്ഞാല് മക്കൾക്ക് പെണ്ണിന് 1/3 എന്നുള്ള അവകാശം പോലെ അതുപോലെ അവകാശം വരുന്ന ഒരു വസ്തുവാണ് നമ്മളുടെ മർക്കസ് എന്ന് പറയുന്നത്. അതിന്റെ ആധാരം അങ്ങനെയാണുള്ളത്. അതിന്റെ കീഴിലേക്കാണ് ഈ നോളേജ് സിറ്റി പോകുന്നത്. അപ്പൊ ഈ നോളേജ് സിറ്റിയും അതിന്റെ കീഴിൽ തന്നെ വന്നു. അത് കുടുംബ അവകാശമായിട്ട് പോകും, അത് അവകാശമായിട്ട് പോകും. അല്ലാതെ കണ്ടത് സമസ്തയുടെ അല്ല. ഇനിയിപ്പൊ അടുത്ത് കേട്ടെ, നിങ്ങളെ സിറാജുൽ ഹുദ അത് ആരെ പേരിലാ ഉള്ളത്? നിങ്ങളെ സമസ്തന്റെ പേരിലാ? ഒരു പേരോടിന്റെ പേരിലാ ഉള്ളത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, അവരുടെ കുടുംബ സ്വത്ത്. മനസ്സിലായില്ലേ? അയാളെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മർക്കസിൽ ഉണ്ടാക്കുന്നത് അയാളെ കുടുംബത്തിനും വേണ്ടിയിട്ട്, മോനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് അയാൾക്ക് AP അബൂബക്കർ ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങളൊരു തങ്ങള് റമദാൻ മാസം 27 ചങ്കർക്കുന്ന ഒരു തങ്ങളുണ്ടല്ലോ, ആ തങ്ങള് അയാള് സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ. അത് ആരെ പേരിലാ ഉള്ളത്? അത് സമസ്തന്റെ പേരിലാ? അത് അയാളെ പേരിലാണ്. ഓക്കെ, ഒരു സ്ഥാപനവും നിങ്ങളെ സമസ്തയുടെ പേരിലില്ല. ഓരോരു വ്യക്തിന്റെ പേരിൽ സ്വന്തം കുടുംബ അവകാശമായിട്ട് കൊണ്ടു കിടക്കുകയാണ്.